മനുഷ്യരുടെ മുമ്പാകെ നിങ്ങൾ സ്വന്തമായി നീതീകരിക്കാൻ നോക്കുമ്പോൾ തമ്പുരാൻ നോക്കുന്നത് മനുഷ്യൻ നോക്കുന്ന പോലെയല്ല. ദൈവമോ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പിൽ അറപ്പത്രേ. ദൈവം നോക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തിൽ എന്തോ ഇരിക്കുക, ദ്രവ്യാഗ്രഹം ഇരിക്കുകയാണ്. പരീക്ഷ ഭക്തി എന്ന് പറയുമ്പോൾ എന്തുവാ പരീക്ഷ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വായ് കൊണ്ട് ഭയങ്കര മാനസാന്തരം. പക്ഷേ മനുഷ്യൻ നോക്കുമ്പോൾ പുറമെയാ. മനുഷ്യൻ അതൊക്കെ മതി, പുറമേ ഉള്ള വസ്ത്രമോ പുറമെയുള്ള പ്രൈസ്തലോടോ ഹല്ലേലൂയ ഒക്കെ മനുഷ്യന് മതി. പക്ഷെ തമ്പുരാൻ നോക്കുന്നത് ഹൃദയത്തെയാ. ഹൃദയത്തെ ദൈവം നോക്കുമ്പോൾ അവിടെ ദ്രവ്യാഗ്രഹമുണ്ടെങ്കിൽ അവനിൽ ദൈവം പ്രസാദിക്കത്തില്ല. എന്നാൽ പാപികളെ, ചുങ്കക്കാരെ നോക്കുമ്പോൾ അവർക്ക് ദ്രവ്യാഗ്രഹമല്ല വിഷയം. അവർ കർത്താവ് എവിടെ വചനം പറഞ്ഞാലും അത് കേൾക്കാനായി അടുത്തു വരും. യേശു അവരെ തള്ളിക്കളയുന്നില്ല. യേശു പാപത്തെ എതിർക്കുന്നു, എന്നാൽ പാപിയെ സ്നേഹിക്കുന്നു. പാപിയെ കർത്താവ് കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. ചുങ്കക്കാരെ യേശു കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. ആമേൻ. വേശ്യമാരെ ആമേൻ കർത്താവ് തള്ളിക്കളഞ്ഞില്ല. ചുങ്കക്കാരെ യേശു തള്ളിക്കളഞ്ഞില്ല. സമൂഹം അധകൃതരെന്ന് പറഞ്ഞ് തള്ളിയവരെ ഒന്നും യേശു തള്ളിയില്ല. അവരുടെ പാപത്തെ യേശു എതിർത്തപ്പോൾ തന്നെ അവരെ കർത്താവ് സ്നേഹിച്ചു, തന്നോട് കൂടെ അവരെ കൈക്കൊണ്ടു. മനുഷ്യൻ നോക്കുന്നത് ഒരുപക്ഷെ അവരുടെ പുറമെയുള്ള വസ്ത്രധാരണമാകാം, പുറമെയുള്ള ഡിബേറ്റുകളായിരിക്കാം മനുഷ്യൻ വലുതായി കാണുന്നത്. പക്ഷെ തമ്പുരാന് നോട്ടം അതൊന്നുമല്ല. കർത്താവ് നോക്കിയത് അവരുടെ ഹൃദയമാ.